ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമായ വാണിജ്യ ബാങ്കുകൾ എന്ന കൊമേഴ്സ്യൽ ബാങ്ക് സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളാണ് സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡിപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡിപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്നിവ. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന സമ്പാദ്യ നിക്ഷേപം എന്ന സേവിംഗ് ഡിപ്പോസിറ്റിൽ നിക്ഷേപകന് നിക്ഷേപത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാൻ കഴിയും. വ്യവസായികൾക്കും വ്യാപാരികൾക്കും ഗുണകരമായ ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം പിൻവലിക്കാനും നിക്ഷേപിക്കാനും സൗകര്യമൊരുക്കുന്ന പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡിപ്പോസിറ്റിൽ പലിശ ലഭിക്കില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിക്ഷേപത്തിന്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. എന്നാൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പണം പിൻവലിക്കാനും സാധിക്കില്ല. എന്നാൽ സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ലഭിക്കുകയും സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്കിൽ കുറവ് വരികയും ചെയ്യുന്ന ആവർത്തിത നിക്ഷേപം എന്ന റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കാൻ സാധിക്കുന്നു. സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്.